മമ്മൂട്ടിക്ക് കുശുമ്പാണോ? മോഹൻലാലിന് നാണമില്ലേ എന്നൊക്കെ ചോദിച്ചു പോകുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് നടൻ ശ്രീനിവാസൻ തന്റെ പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന ചിത്രത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ആ സിനിമയിലെ കഥാപാത്രമായ സരോജ് കുമാർ മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ടല്ലേ എന്ന ചോദ്യത്തിനായിരുന്നു താരത്തിന്റെ മറുപടി. അതിൽ മോഹൻലാലിനെ കളിയാക്കുന്നതുമുണ്ട്, എന്നാൽ കൂടുതലും മമ്മൂട്ടിയാണെന്നായിരുന്നു മറുപടി. ആ പറഞ്ഞതിൽ ഒരുപാട് ഉദാഹരണങ്ങളും അദ്ദേഹം നിരത്തുകയുണ്ടായി. സംഭവം പുറത്തിറങ്ങിയതിനു ശേഷം മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും തലയിൽ മുണ്ടിട്ട് നടക്കുകയാണെന്നാണ് കേട്ടത്. മോഹൻലാലിന്റെ കേണൽ പദവി ഇരന്ന് ചോദിച്ച് വാങ്ങിയതാണെന്നും സ്ഫടികത്തിന്റെ പോസ്റ്റർ കണ്ട് മമ്മൂട്ടിക്ക് അസൂയ വന്നെന്നുമാണ് ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. കപിൽ ദേവിന് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചപ്പോൾ നമുക്കും കേണൽ പദവി കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന്. അയ്യേ, എന്താ മോനെ ഇതൊക്കെ മോശമല്ലേ എന്ന് ഇനി ലാലേട്ടൻ ബിഗ് ബോസിൽ എങ്ങനെ പറയും? അല്ലെങ്കിലേ അരിഭക്ഷണം കഴിക്കുന്ന ആരായാലും ഒന്ന് ചിന്തിച്ചു പോകും, 3-4 സിനിമയിൽ സൈനികനായി അഭിനയിച്ചതിന്റെ പേരിൽ പുള്ളിക്കാരന് കേണൽ പദവിയൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി ഇന്ന് DGPയും ജനാർദ്ദനൻ മുഖ്യമന്ത്രിയും വരെ ആയേനെ. സ്ഥിരം വഴിപോക്കൻ, സ്ഥിരം കോൺസ്റ്റബിൾ എന്നൊക്കെ പറയുന്ന പോലെ സ്ഥിരം കേണലാകാൻ നോക്കിയതാകുമല്ലേ. ഒരു നാൾ സത്യം പുറത്തു വരുമെന്നത് സത്യമാണ്. അതാണല്ലോ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. കേണൽ ലാലേട്ടൻ തന്റെ സൈനിക സ്കൂളിൽ പഠിച്ച രാജീവ് നാഥിനെയും അവിടുത്തെ അധ്യാപകരെയൊക്കെ ചാക്കിലാക്കിയാണ് കേണൽ പദവി വാങ്ങിയത്. മമ്മൂട്ടിയുടെ കാര്യമാണ് ഏറ്റവും കോമഡി. സിനിമയിൽ ഒന്ന് തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ നാറ്റിക്കാനായിട്ട് ഓരോരോ തുറന്നു പറച്ചില്ലേ. പറഞ്ഞത് വേറെ ഒന്നും ആയിരുന്നില്ല, മമ്മൂക്കിയുടെ അത്യാവശ്യം ഹിറ്റായ മഴയത്ത് മുൻപേ എന്ന ചിത്രത്തെ കുറിച്ചായിരുന്നു. മഴയത്ത് മുൻപേ ഇറങ്ങുന്ന അതേ ദിവസമാണ് മോഹൻലാലിന്റെ സ്ഫടികോ ഇറങ്ങുന്നത്. രണ്ടും തിയേറ്ററിൽ ഓടിയ സമയമാണ്. ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൊച്ചി ഹനീഫയും കൂടെ MG റോഡിലൂടെ ഒരു മീറ്റിങ്ങിന് പോവുകയായിരുന്നു. മമ്മൂട്ടിയാണ് വണ്ടി ഓടിക്കുന്നത്. മമ്മൂട്ടി റോഡ് സൈഡിലെ പോസ്റ്റർ നോക്കുകയായിരുന്നു. സ്ഫടികത്തിന്റെയും മഴയത്തും മുൻപേമിന്റെ പോസ്റ്ററുകളുണ്ട്. അപ്പോൾ മമ്മൂട്ടി എന്നോട് പറയുവാണ്, കണ്ടോ സ്ഫടികത്തിൽ അവന്റെ മുഖം മാത്രം, മഴയത്തും മുൻപേ കണ്ടോ ശോഭനയും വേറെ ആരൊക്കെയോ. നീ ആ മാധവൻ നായരെ വിളിച്ച് പറ എന്റെ പടം മാത്രമായി വെക്കാൻ. അപ്പോൾ എന്റെ മറുപടി, ഞാൻ വിളിച്ച് എന്റെ പടം വെക്കാൻ പറയുമെന്നായിരുന്നു. അതോടെ പിന്നെ അദ്ദേഹം അധികം പ്രോത്സാഹിപ്പിച്ചില്ലെന്നും ശ്രീനിവാസൻ പറയുന്നു. എന്റെ മുഖം എന്റെ ഫുൾ ഫിഗർ എന്നൊരു ഡയലോഗ് ഞാൻ ഉദയനാണ് താരം എന്ന ചിത്രത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ മമ്മൂട്ടിയെ ഉദ്ദേശിച്ചാണ്. മമ്മൂട്ടിയുടെ ആഗ്രഹമാണ് ഞാൻ അവിടെ പറഞ്ഞത്. പക്ഷെ മോഹൻലാലിനെ മാത്രമാണെന്നാണ് ആളുകൾ പറഞ്ഞത്. അതിന് ഞാനെന്ത് ചെയ്യാനാണ്? മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ നിരന്തരം വിമർശിക്കാറുണ്ട്. ഒരിക്കൽ മമ്മൂട്ടിയും ഞാനും ചെന്നൈയിലെ ഒരു തെരുവിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാണെന്ന്. അതോടെ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു തെളിച്ചമൊക്കെ വന്നു. നിങ്ങളുടെ 2 മക്കളും നിങ്ങളെപ്പോലെ ആയില്ലല്ലോ എന്നായിരുന്നു പിന്നീടുള്ള എന്റെ വാക്കുകൾ. അതോടെ പുള്ളിയുടെ മുഖത്ത് 40 വികാരങ്ങൾ വന്നു. ആ വികാരങ്ങളൊന്നും സിനിമയിൽ വന്നിട്ടുമില്ല. സംഭവം മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും തമ്മിൽ അടിയാണെങ്കിലും നടന്മാർ വലിയ സ്നേഹത്തിലാണെന്നാണ് വെപ്പ്. എന്നാൽ അതങ്ങനെയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുന്നായ്മയും കൂനിട്ടുമൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അതല്ലിപ്പോ ഞാൻ ആലോചിക്കുന്നേ. എന്നാലും എൻ്റെ ലാലേട്ടാ, നിങ്ങളുടെ കേണൽ പദവി കനാലിലേറ്റതുപോലെ ആയില്ലേ? യൂണിഫോം അലക്കി മടക്കി വെച്ചോ, അടുത്ത ഫോട്ടോഷൂട്ടിനിടാം.